Hello guys, welcome back to Flying Quickies. It's me Kiran. It's me Reshma. So, നമ്മൾ ഇന്ന് ക്രിസ്മസിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അതായത് ക്രിസ്മസ് ഷോപ്പിങ്ങും ന്യൂ ഇയർ ഷോപ്പിങ്ങും പിന്നെ കിനുവിന്റെ ബർത്ത്ഡേയുടെ ഷോപ്പിങ്ങും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ. അതെ, പിന്നെ മേത്ത ബസാറിന്റെ അവിടെ ക്രിസ്മസിന്റെ സെയിൽസും ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വീഡിയോ കാണുന്നതിന് മുമ്പ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലുലു മോളാണ്. അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഐറ്റംസ്, ക്രിസ്മസിന്റെ കുറേ ഡെക്കേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത്. പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ട്രീസ്, പിന്നെ അതിന്റെ ബോൾസ്, ഡെക്കറേഷൻ, എല്ലാ ഡെക്കേഴ്സും ഉണ്ട് അതിനകത്ത്. പിന്നെ കപ്പ്, നല്ല അടിപൊളി കപ്സ് ആണ്. അതൊരു സൂപ്പർ ആയിരുന്നു കാണാൻ. സാൻഡ ഉണ്ട്, ക്യാൻഡിൽസ് ഒക്കെ അടിപൊളിയായിരുന്നു. സോ ഇത് വരുന്നത് നമ്മുടെ സെൻട്രൽ മോഡലുള്ള ഡെക്കറേഷൻ ആണ്. നമ്മളിത് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഒരു സ്നോയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വരുന്നത് ഫുഡ് കോർട്ടിലാണ്. അവിടെ ഒരു ചെറിയൊരു സ്റ്റോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഡെക്കേഴ്സ് ആണ് ക്രിസ്മസിന്, അല്ലേ? അതെ. സോ ഇത് അബ്രമോളാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഒരു മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെച്ചാൽ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു 2 ട്രീ, ചെറുതല്ല വലുത് തന്നെയാണ്. പിന്നെ ഫുഡ് കോർട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഫുഡ് കോർട്ടിലും ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഫുള്ളായിട്ട് മോൾസ് മിക്കതും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ മോളിലും പോയില്ല, നമ്മൾ പോയ മോൾസിലൊക്കെയാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ ക്രിസ്മസിൻ്റെ പർച്ചേസ് ഡിസംബർ 1 തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ ആ സമയത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആകെ കിട്ടിയത് എന്താണ്? ട്രാക്ക് സൂട്ടും അങ്ങനത്തെ, അതായത് വീട്ടിൽ ഇടുന്ന അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ എടുത്തത്. അതാണ് നമുക്ക് ആദ്യം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കല്യാൺസിലാണ്. അതെ, കല്യാണത്തിൽ ഫസ്റ്റ് പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് ആദ്യം പപ്പയ്ക്കും കിരണും കൂടി ജസ്റ്റ് ട്രാക്ക് സൂട്ടൊക്കെ എടുത്തു നമ്മള്. സോ അടുത്ത പോകുന്നത് നമ്മുടെ വുഡ്ലാൻഡ് ആണ്. ഇത് നമ്മൾ നമ്മുടെ മോളൂട്ടിന് എടുത്ത ഒരു ഷൂ ആണ്. അടിപൊളിയായിട്ട് ഇത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വുഡ്ലാൻഡിന്റെ. ഇതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അന്ന് നല്ല ഓഫേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫേഴ്സ്. അത് തന്നെ, അങ്ങനെ ഞാനൊരു ഷൂ എടുത്തു. ബ്ലാക്ക് ഫ്രൈഡേ എക്സ്റ്റെൻഡഡ് ആയിരുന്നു അവിടെ. പിന്നെ ഇത് മമ്മിക്ക് ബാറ്റയിൽ വന്നേക്കുന്നത്. മമ്മി ബാറ്റ ഫാൻ ആണ്. ബാറ്റ എടുത്ത ഷൂസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മമ്മിക്കും എനിക്ക് സെയിം അളവാണ് ഞാൻ അത് ഇട്ട് നടന്ന് ഇങ്ങനെ നോക്കുന്നത്. സോ ലാസ്റ്റ് മമ്മി എടുത്തത് ഈ ഒരു ഷൂ ആണ്. മമ്മി എടുത്തല്ലേ, ഞങ്ങൾ വീഡിയോ കോൾ എടുക്കേണ്ടി വന്നു. മമ്മിക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ആണ് മമ്മിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ചൂസ് ചെയ്തത്. വേറെ കളർ ഇല്ലാഞ്ഞോണ്ട് നമ്മൾ ഈ കളർ തന്നെ ചൂസ് ചെയ്തു. ഇവിടെയും നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചില സ്പെസിഫൈഡ് ഇതിനൊന്നും ഓഫേഴ്സ് ഇല്ല നമുക്ക്. സോ വീണ്ടും നമ്മളിപ്പോ വന്ന പോത്തീസിനാണല്ലേ. ഇപ്പൊ നമ്മൾ പോത്തീസിലാണ് വന്നേക്കാം. പോത്തീസിന് മമ്മിക്ക് ടോപ്സ് എടുക്കാൻ വേണ്ടി. ഇവിടെ ക്രിസ്മസിന് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പറഞ്ഞിട്ട് എടുക്കാനായിരുന്നു. ലാസ്റ്റ് ആർക്ക് റെഡ് വേണ്ടാതായി. ലാസ്റ്റ് വേണ്ടാതല്ല, നമുക്ക് പറ്റിയൊരു ഡിസൈൻസ് ഒന്നും കിട്ടിയില്ലായിരുന്നു. സോ അങ്ങനെ പോത്തീസിന് മമ്മിക്ക് ഡ്രസ് എടുത്തായിരുന്നു. പിന്നെ വരുന്നത് കല്യാണത്തിലാണ്. പിന്നെയും ഞങ്ങൾ അടുത്ത ദിവസം കല്യാണത്തിൽ പോയി. കല്യാണത്തിന് ഇത് പപ്പക്ക് എടുത്ത ഒരു ഷർട്ടാണ്. സോ ആ സമയത്തായപ്പോൾ കളക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു. ഇത് മമ്മിക്ക് എടുത്താണ് കേട്ടോ. ആക്ച്വലി ക്രിസ്മസിന് വേണ്ടി എടുത്തതല്ല. മോംസ് എക്സ്പോയിൽ വെച്ച് മമ്മി പറഞ്ഞു ബ്ലാക്ക് ടോപ്പ് വേണോടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അപ്പൊ സ്റ്റുഡിയോയിൽ വന്നപ്പോ ഒരു ബ്ലാക്ക് കണ്ടു. അതെ, അപ്പൊ അത് മമ്മിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കാണിച്ചു. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നെ വന്നത് മോളോട്ടേനുള്ള ഡ്രസ്സാണ്. ഇത് നമ്മൾ വന്നേക്കുന്നത് എവിടെയാണ്? R&B പാലാരിവട്ടം. അതെ, R&B പാലാരിവട്ടം. നമ്മൾ ആക്ച്വലി കുറെ R&Bയിൽ പോയായിരുന്നു. അതായത് ലുലുവിൽ R&Bയിൽ പോയി, പക്ഷെ എനിക്ക് അവിടെ ഒന്നും അത്ര കളക്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ പാലാരിവട്ടത്തെ R&Bയിൽ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. സോ അങ്ങനെ രേഷ്മ മോളോട്ടെ 2 ടോപ്സ് എടുത്തത്. ടോപ്സ് അല്ല, ഫ്രോക്ക് ആണ്. 2 ഫ്രോക്സ് ആണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. എനിക്ക് പിന്നെ വൈറ്റിനോട് റെഡിനോടൊന്നും ഇഷ്ടംപോലെ റെഡ് ഇരിപ്പുണ്ട്. എന്തെടുക്കാനത്? അങ്ങനെ ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കി. അതെ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോ
വേറെ ഒരിടത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു സൈസ് കിട്ടാനുണ്ടായിരുന്നില്ല. ഇനി നമ്മ ജിമ്മിന് പോയിട്ടാണെന്ന് അറിയാൻ പാടില്ല. സോ അപ്പൊ നമ്മൾ RMBയിലാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഞാനപ്പോ ഇങ്ങനെ കിരണിന് പറ്റി എന്തെങ്കിലും ഉണ്ടോന്ന് കിന്നിന് നോക്കുവാണ്. ഇതിനിവിടെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു വെറൈറ്റി ആളായോണ്ട് എവിടത്തെ ഒന്നും പിടിക്കൂല. അതാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പോവാൻ തീരുമാനിച്ചു. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ നമുക്ക് ഇതിന്റെ അത് പിന്നീട് ടാഗ് ചെയ്യാം. അങ്ങനെ എന്റെ പർച്ചേസ് കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു. ഇത് വീണ്ടും പിന്നെയും കല്യാൺസ് വീണ്ടും പോകേണ്ടി വന്നു. ഞാൻ കുറെ സ്ഥലത്ത് തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷർട്ട്. കിനുവിന് മാത്രം ഷർട്ട് എടുക്കാനോ ഡ്രസ് എടുക്കാനോ നമ്മൾ കൂടെ പോയി. ഭയങ്കര ബോറിംഗ്. അപ്പൊ ഞാൻ 2 ഷർട്ടാണ് അവിടെ നിന്ന് എടുത്തത്. നല്ല രസമുണ്ടാവും. ഇതിപ്പം ഒന്ന് ബർത്ത്ഡേക്കും ഒന്ന് ക്രിസ്മസ്. ഇത് വീണ്ടും പപ്പയ്ക്ക് ഒരു ഷർട്ട് കൂടെ എടുക്കാൻ. എല്ലാവർക്കും 2 ഡ്രസ്സാകുന്നു. അപ്പൊ പപ്പയ്ക്ക് ഒരെണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരെണ്ണം കൂടി എടുത്തതാണ്. കല്യാണത്തിന് നല്ല ഓഫേഴ്സ് പോകുന്നുണ്ട്. അതെ, ജാനുവരി വരെ ഉണ്ട് അവരുടെ ഓഫേഴ്സ്. താല്പര്യം എല്ലാവർക്കും അവിടെ പോയി വാങ്ങിക്കാം. വീണ്ടും ഞങ്ങൾ RMBയിൽ വന്നു. എനിക്ക് ഇവിടെ കുറച്ച് ടോപ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് മമ്മിക്ക് ബ്ലാക്ക് ഒന്നും ന്യൂ ഇയറിന് ഇടണ്ട, അപ്പൊ അങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നു. നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. മമ്മിക്ക് ആക്ച്വലി കോളർ ഉള്ളതൊന്നും ഇഷ്ടമല്ല, കുറെ വർക്ക്സ് ഇഷ്ടമല്ല, സിമ്പിൾ ആയിരിക്കണം, ഭയങ്കര സോഫ്റ്റ് ടൈപ്പ് ആയിരിക്കണം. പിന്നെ കൈ ഇപ്പൊ എല്ലാം 3/4 ഫുൾ സ്ലീവ് ഒക്കെയാണ് വരുന്നത്. ഇത് പിന്നെ എപ്പോഴും കട്ട് ചെയ്ത് കളയാലോ, അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനത്തെ ചൂസ് ചെയ്തത്. മമ്മിക്ക് പറ്റിയത് ഇവിടെ പക്ഷെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടത്. മമ്മി ഇനി കട്ടൊന്നും ചെയ്യണ്ട, ബിക്കോസ് അതുമേലും എന്തോ ഒരു എന്താ പറയാ ഒരു തൂങ്ങി കിടക്കുന്ന ഒരു വള്ളി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. മമ്മി ഞാൻ അവിടെ തന്നെ നിന്നോട്ടെ എന്നും പറയും. മമ്മിയുടെ പർച്ചേസ് ലാസ്റ്റ് ഇവിടെ തീർന്നു. ഇനി അടുത്തത് പിന്നെ ഉണ്ട്. കിനുമോന്റെ കഴിഞ്ഞിട്ടില്ല, ബർത്ത്ഡേയുടെ ബാക്കി കിടക്കുന്നു. അടുത്തത് വെസ്റ്റ് സൈഡ് ആണ്. നമ്മുടെ സൈഡ് തട്ടിയറിന്റെ ഒക്കെ തൊട്ടടുത്ത് ആൽബർട്ട്സിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. അതെ, സോ ഇവിടെ നിന്ന് ഞാനൊരു പാന്റ് എടുക്കാൻ ഓർത്തു. ഇവിടെ ആക്ച്വലി ഒരു പ്രാവശ്യം വന്നിട്ട് പോയത്, ഷർട്ട് ഒന്നും കിട്ടാഞ്ഞിട്ട് അപ്പൊ പാന്റ് നോക്കി വെച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ പാന്റ് എടുക്കാൻ വന്നപ്പോ ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഷർട്ടിന്, പക്ഷെ എടുത്തുപോയി. അതാണ് ലാസ്റ്റ് പാന്റോടെ തീർന്നു. സോ നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡ്വേയുടെ കുറച്ച് വീഡിയോസ് ആണ് ആക്ച്വലി വരുന്നത്. നല്ല സ്റ്റാച്യൂസ് നമ്മൾ ഫസ്റ്റ് വേണ്ടിട്ടുള്ളത്. അതെ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രോഡ്വേയുടെ ഉള്ളിലേക്ക് കയറുവാണ്. ആക്ച്വലി നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ മേത്ത ബസാറിൽ. അവിടെയാണ് ആക്ച്വലി ക്രിസ്മസിന്റെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്നത്. സോ നമ്മളിവിടെ വന്നപ്പോൾ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല ഉള്ളിലേക്ക് കയറാനായിട്ട്. വെറൈറ്റി ഓഫ് സ്റ്റാർസ് കാണാം, ട്രീസ് കാണാം, ഡെക്കേഴ്സ് കാണാം. ഓരോ വർഷം ഓരോ വെറൈറ്റി ആയിട്ട് അങ്ങോട്ട് ഇറക്കുവാണ്. ചെറിയ ട്രീസ്, വലിയത്. ഇത്ര തിരക്കുണ്ടോ? ഇതിപ്പോ നമ്മൾ കേറുമ്പോ തന്നെ ക്യാപ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു ക്രിസ്മസിന്റെ. ഞാൻ കാണിച്ചുതരാം, മുകളിലേക്ക് പോയ വീഡിയോ നമുക്ക് കാണിച്ചു ക്രൗഡ് ആയിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ ക്രൗഡ് ഉണ്ടോ? ഒരു കാര്യം അങ്ങോട്ട് നീങ്ങാനുള്ള പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകാനായിട്ട്. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ വാങ്ങാനായിട്ടായിരുന്നു. സോ സ്റ്റാർ വാങ്ങണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ക്രൗഡായിരുന്നു. വാങ്ങിച്ച് അപ്പം തന്നെ പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളായിരുന്നു, അത്രയും തിരക്കായിരുന്നു. സോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഒക്കെ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറെ സ്റ്റാച്യൂസ് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതൊക്കെ വരുന്ന ഹോൾസെയിൽ റേറ്റിനാണ്. ഷോപ്സിൽ ഇരിക്കുന്നതിനെക്കാട്ട് റേറ്റ് ഇവിടെ കുറവാണ് ആക്ച്വലി. സോ അതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും ഇവിടെ വരുന്നത്. ഈ ലുലു മോള് ബാക്കിയുള്ള മോൾസിലൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വരുന്നതാണ്, കാരണം നല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഡോസുമേ വെക്കാനുള്ളത് അങ്ങനത്തത്. പിന്നെ ഇപ്പോഴത്തെ വെറൈറ്റി ആണല്ലോ പുറത്തിങ്ങനെ ബെൽസ് ഒക്കെ തൂക്കിയിടുന്നത്. അതെ, ഇവിടെയാണ് സ്റ്റാർസിന്റെ ഹോൾസെയിൽ വരുന്നത് ഷോപ്പ്. പിന്നെ ഉള്ളിലേക്ക് ഇതെല്ലാം മെത്ത ബസാറാണ്. മെത്ത ബസാറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡ്രസ്സ് കിട്ടും, എല്ലാം കിട്ടും ഇവിടെ. ആക്ച്വലി ഇതിപ്പോ ക്രിസ്മസിന്റെ ഇത് കാണിക്കണമെന്നാണ് കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറെ കോസ്മെറ്റിക്സ് ആയാലും ഡ്രസ്സിന്റെ ഐറ്റംസ് ആയാലും
പിന്നെ എന്തുവാ നൂലുകള്, പിന്നെ പല എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഡ്രസ്സിനുള്ള ബീഡ്സ് അങ്ങനത്തെ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അതെ, ഇവിടെ പോയാൽ മതി നിങ്ങള്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.